എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് 2025 മെയ് മാസം തുടങ്ങിയപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഭീതിയും ഒരു പ്രയാസവും മാനസികമായിട്ടൊക്കെ പ്രയാസമുള്ള ഒരു സന്ദർഭമാണ് 2025 മെയ് മാസം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മനുഷ്യർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും മറ്റുള്ള തരത്തിലുള്ള മരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് എല്ലാം ഈശ്വര കൽപ്പിതമാണ്. കോടാനുകോടി ജനങ്ങളെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഭൂമിയിൽ കാണുന്ന ഏതൊരു വസ്തുവും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാം ഈശ്വര കർമ്മിതമാണ്. എല്ലാം ഒരുപോലെ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുപോലെയാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും കഴിയുമ്പോൾ എന്ത് നടക്കണം എന്ന് ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കും. അത് ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നടക്കുന്നതല്ല. അപ്പോൾ ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാവണം. അത് 2025 മെയ് മാസം മുതൽ ഉണ്ടാകും. അപ്പോൾ അത് ഓരോ തരത്തിലും ഓരോ വിധത്തിലുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ ഭഗവാനെ കാണാൻ ആർക്കൊണ്ടും സാധിക്കുകയില്ല. ഭഗവാൻ ഓരോ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും എടുത്തു പറയാൻ സമയമില്ല. അപ്പോൾ ആ ഓരോ വസ്തുക്കൾക്കും വേണ്ടുന്ന സമയങ്ങൾ അതെങ്ങനെ നശിക്കണം, അതെങ്ങനെ ഇല്ലാതാവണം എന്ന് ഭഗവാനാണ് കൽപ്പിക്കുന്നത്, നമ്മളാരും അല്ല. അപ്പോൾ ഓരോ ദിവസങ്ങളും വരുന്നത് നമുക്ക് കാണാം, കൂടുതൽ ചർച്ച ചെയ്യാം, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ യുദ്ധം എപ്പോൾ തീരും, ആര് ജയിക്കും, ആര് തോക്കും, എന്തെല്ലാം നാശനഷ്ടം ഉണ്ടാവും എന്ന് ഭഗവാൻ ഈശ്വരനാണ് കൽപ്പിക്കുന്നത്. അതനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ കൂടുതലൊന്നും പറയുവാൻ എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 2025 വളരെ ദോഷമുള്ള ഒരു വർഷമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.